ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് സനു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ വലിയ കൂന്തളാണ് എടുത്തിട്ടുള്ള 1/2 കിലോ കൂന്തളുണ്ട് കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് കുക്കറിനകത്ത് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇത് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അധികം വെന്തു പോയാൽ ഇത് റബ്ബർ പോലെ ആകും. കൂന്തൽ ഒരു അത്രേ വേവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമുക്കിത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ആവശ്യത്തിനുള്ള കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റൊരു വിസിലടിച്ചാൽ മതി. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ആയാൽ മതി. ഇനി നമുക്ക് മസാല ആക്കാനുള്ളതാണ്. അതിൽ കിടന്നിട്ട് ഒന്നുകൂടെ വേവ് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമുക്കിത് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചച്ചുവ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ കൂന്തളിൽ ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. ഇതിലേക്ക് ഞാൻ അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കൂന്തൽ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടെ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണവ റോസ്റ്റ് എന്നും ചിലർ അങ്ങനെയാണ് പറയാറ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ, ടേക്ക് കെയർ.